इस धरती पर आकर जिसने फैलाया है प्यार ही प्यार, करुणा का सागर झलकाया, निराकार होकर साकार। शिव बाबा, बाबा शिव बाबा, बाबा शिव बाबा, बाबा शिव बाबा। कल्प के बिछड़े थे हम, ओ बाबा तुम आन मिले, प्रभु मिलन की प्यास बुझी, खुशियों के अरमान खिले, अपना बनाया गले लगाया, ब्रह्मा तन लेकर राधा। शिव बाबा, बाबा शिव बाबा, बाबा शिव बाबा, बाबा शिव बाबा। हमको दी पहचान हमारी, खुद से ऊंचा मान दिया, भले करम करना सिखलाकर, जग में हमें महान किया, भाग्य जगाए हैं जन जन के, सब पर करते हो उपकार। शिव बाबा, बाबा शिव बाबा, बाबा शिव बाबा, बाबा शिव बाबा। आशाओं के दीप जलाकर, अधरों को मुस्कान मिली, उलझन सारी सुलझी पल में, हर मुश्किल आसान हुई, धन्यवाद हम करे तो कैसे व्यक्त करें, कैसे आभार। शिव बाबा, बाबा शिव बाबा, बाबा शिव बाबा, बाबा शिव बाबा।
അതിലൊഴുകും നിൻ സ്നേഹം എൻ ജീവനതാധാരം. ബാബാ നിൻ പൊന്നാദം എൻ ജീവനലങ്കാരം. വഴിയേകും ഈ ഗീതം എന്നുയിരിൻ തുടിതാളം. ബാബാ നിൻ പൊന്നാദം എൻ ജീവനലങ്കാരം. ओम शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ബാബയുടെ മധുരമഹാവാക്യങ്ങളിൽ നിന്ന് ബാബ നമ്മുടെ ഉള്ളിൽ ആത്മീയ ലഹരി ഉണ്ടാക്കുന്ന ശ്രേഷ്ഠ സുമാനങ്ങൾ ഉണർത്തിത്തരാണ്. അതിലൊന്ന് ബാബ പറയണേ, മക്കളെ, നിങ്ങൾ ഭഗവാന്റെ മക്കളാണെന്ന ലഹരി എപ്പോഴും വേണം.
ഞാൻ ഭഗവാന്റെ കുട്ടിയാണ്, ഈശ്വരൻ്റെ സന്താനം. രണ്ടാമത്തത് ബാബ പറയണേ, വണ്ടർ ഓഫ് ദ വേൾഡ്, സ്വർഗം ഭഗവാൻ എനിക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബ എനിക്ക് വേണ്ടി സ്വർഗം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ സമ്പത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാബ പറഞ്ഞേ, ഈ സ്മൃതിയും നിങ്ങൾക്ക് ലഹരി തരും. ഒന്ന്, ഭഗവാൻ എൻ്റെ അച്ഛനാണെന്നുള്ള ഓർമ്മ. രണ്ടാമത്തത്, അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്ന ആസ്തി. കൈവെള്ളയിൽ സ്വർഗവുമായിട്ടാണ് ബാബ വന്നിരിക്കുന്നത്. അപ്പം ഈശ്വരൻ കൊണ്ടുവന്നിരിക്കുന്ന സ്വർഗത്തിൻ്റെ സ്വത്തിനെ കുറിച്ച് ഓർമ്മിച്ച് സന്തോഷം. ഈശ്വരീയ ലഹരി വേണം പറയാ ബാബ. രണ്ടാമത്തെ ബാബയുടെ ഒരു പോയിന്റ്, ബാബ എന്ന് പറയണേ, ഒരാളെയും വെറുക്കരുത്, ആര് എങ്ങനെയുള്ളവരാണെങ്കിലും. ബാബയെ പോലെ സ്നേഹത്തിന്റെ ഒരു കടലായി മാറി സർവരുടെയും സേവനം ചെയ്യാൻ പറയണം ബാബ. മൂന്നാമത്തെ ബാബയുടെ പോയിന്റ്, ബാബ പറയണ, ഞാൻ നിങ്ങൾക്ക് മുക്തിയും ജീവൻ മുക്തിയും തരാൻ വന്നിരിക്കുകയാണ്. മുക്തി ജീവൻ മുക്തി ദാതാവാണ്. സർവ്വ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നൽകുകയാണ്. പിന്നെയോ സുഖശാന്തിയുടെ ജീവൻ മുക്തി തരാൻ, ജീവിച്ചിരിക്കെ സുഖശാന്തിമായ ജീവിതം. അതാണ് ബാബ മക്കൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സമ്പത്ത്. ഇപ്രകാരം ബാബ മധുരമഹവാക്യങ്ങളിലൂടെ നമ്മുടെ ഈശ്വരീയ പാലന നടത്തുകയാണ്. ബാബയിൽ നിന്ന് കേൾക്കാം. 22/3/2025. मीठे बच्चे, तुम्हें नशा रहना चाहिए कि हमारा पारलौकिक बाप वंडर ऑफ द वर्ल्ड स्वर्ग बनाए, जिसके हम मालिक बनते हैं. മധുരമായ മക്കളെ, നിങ്ങൾക്ക് ഈ ലഹരി ഉണ്ടായിരിക്കണം. നമ്മുടെ പാരലൗകിക പിതാവ് ശിവബാബ, വണ്ടർ ഓഫ് ദ വേൾഡ്, വിശ്വത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ബ്രാക്കറ്റില് സ്വർഗം സ്ഥാപിക്കുകയാണ്. അതിലെ യജമാനന്മാരായി മാറുകയാണ് നമ്മൾ. നമ്മുടെ അച്ഛൻ സ്വർഗസ്ഥാപന ചെയ്യുകയാണ്. ആ സ്വർഗത്തിലെ യജമാനന്മാരായി നമ്മൾ മക്കള് മാറുകയാണ്. ചോദ്യം, बाप के संग से तुम्हें क्या क्या प्राप्तियां होती है? ബാബയുടെ കൂട്ടുകെട്ടിലൂടെ നമുക്ക് എന്തെല്ലാം പ്രാപ്തികളും. ഇതൊക്കെയുണ്ട്, ലിസ്റ്റ് എഴുതി നോക്കണം അല്ലേ. ഉത്തരം ബാബയുടെ, ബാബ के संग से हम मुक्ति जीवन मुक्ति की अधिकारी बनते हैं. ബാബയുടെ കൂട്ടുകെട്ടിലൂടെ നമ്മൾ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും അധികാരിയായി മാറുന്നു. ബാബ ക സംഗ താർ ദേത്താ ഹെ. ബാബയുടെ കൂട്ടുകെട്ടാണ് നമ്മളെ മറുകര എത്തിക്കുന്നത്. ബാബ ഹമേ അപ്നാ ബനാക്കർ ആസ്തിക് ഓർ ത്രികാലദർശി ബനാത്താ ഹെ. ബാബ നമ്മളെ തൻ്റേതാക്കി ആസ്തികരും ത്രികാലദർശികരും ആക്കി മാറ്റുകയാണ്. ആസ്തികരും ത്രികാലദർശിയും. ഹം രജത और രചന के ആദി മധ്യ അന്ത് को जान जाते हैं. നമ്മൾ രചയിതാവിൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിയുന്നു. രചയിതാവിനെ അറിയുന്നുണ്ട്, രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും നമ്മൾ അറിയുന്നു. ഗീതം, ധീരജ് ധരമനുവ, ക്ഷമയോടെ ഇരിക്കൂ മനസ്സേ. ഓം ശാന്തി. ഏ കോൺ കേത്തെ ഹേ? ആരാ പറയണ ക്ഷമയോടെ ഇരിക്കൂ എന്ന്? बच्चों को बाप ही कहते हैं. മക്കളോട് അച്ഛനാണ് പറയണത്. सब बच्चों को कहना होता है क्योंकि सब दुखी है, अधीर है. എല്ലാ മക്കളോടും ബാബയാണ് ഇതൊക്കെ പറയണത്. കാരണം മക്കളെല്ലാം ദുഃഖിതരാണ്. ബാബന് ക്ഷമയില്ല, മക്കൾക്ക് ധൈര്യവുമില്ല. ബാബ को याद करते हैं कि आकर दुख से लिबरेट करो. ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. എന്താ പറയണ ബാബയോട്? ഭഗവാനെ, അങ്ങ് വന്ന് ഞങ്ങളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കൂ, സുഖത്തിന്റെ വഴി പറഞ്ഞു തരൂ. ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കൂ, സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു തരൂ. अब मनुष्यों को उसमें भी खास भारतवासियों को ये याद नहीं.
പക്ഷെ ബാബ പറയണ നോക്കൂ, മനുഷ്യരില്ല, പ്രത്യേകിച്ചും ഭാരതവാസികൾക്ക് ഈ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. നമ്മൾ ഭാരതവാസികൾ വളരെ സുഖികളായിരുന്നു. ഈ കാര്യം ഓർമ്മയില്ല പറയാ ബാബ. ഭാരതം പ്രാചീനത്തിലും പ്രാചീനം വണ്ടർഫുൾ ഭൂമിയായിരുന്നു, അതിപുരാതന ഭൂമി, വണ്ടർ ഓഫ് ദ വേൾഡ്, സ്വർഗം. ബാബ പറയണേ ഇത് ഭാരതമായിരുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടർ എന്ന് പറയാം ബാബ. സ്വർഗമായിരുന്ന ഭാരതം. ഏഹ മായാക്കി രാജ്യമേ. ഇന്ന് നോക്കൂ, ലോകത്തില് ഈ മായാവി ലോകത്തിലെ 7 അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് കാണാൻ ആൾക്കാർ പോകാറുണ്ട്. ബാബ പറയണ് അതെല്ലാം സ്ഥൂലമായ അത്ഭുതങ്ങളാണ്. ബാബ പറയുന്നതോ, മക്കളെ ഈ സ്ഥൂല അത്ഭുതങ്ങളൊക്കെ മായയുടെ അത്ഭുതങ്ങളാണ്, ഇതിലെല്ലാം ദുഃഖമാണ്. രാമൻ, ശിവബാബ, ബാബ സ്ഥാപിക്കുന്ന സ്വർഗമാണ് വിശ്വത്തിലെ ഏറ്റവും വലിയ വണ്ടർ, ഏറ്റവും വലിയ അത്ഭുതം. ഭാരതം സ്വർഗമായിരുന്നു, വജ്രസമാനമായിരുന്നു, വജ്രസമാനം. അവിടെ ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു. പക്ഷെ ഭാരതീയർ ഇതെല്ലാം മറന്നു. ദേവതകൾക്ക് മുന്നിൽ പോയി നമിക്കാറുണ്ട്, പൂജിക്കുന്നുണ്ട്. ആരുടെ പൂജ ചെയ്യുന്നു? അവരുടെ ബയോഗ്രഫി അറിയണമല്ലോ. പരിധിയില്ലാത്ത അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. എന്താ അച്ഛൻ പറഞ്ഞു തരണേ? നിങ്ങളിവിടെ വന്നത് പാരലൗകിക പിതാവിൻ്റെ അരികിലാണ്. പാരലൗകിക പിതാവ് സ്വർഗത്തിന്റെ സ്ഥാപകനാണ്. ഈ കാര്യം മനുഷ്യർക്ക് അറിയില്ല. ബ്രഹ്മബാബയും, ബാബ പറയണേ, ബ്രഹ്മബാബയോടും ശിവബാബയാണ് പറഞ്ഞേ, അല്ലയോ ശ്രീകൃഷ്ണന്റെ ആത്മാവേ, താങ്കൾക്ക് താങ്കളുടെ ജന്മങ്ങളെക്കുറിച്ച് അറിയില്ല. ശിവബാബാരോട് പറയാണ്, ബ്രഹ്മബാബയോട്, താങ്കൾ ശ്രീകൃഷ്ണനായിരുന്നു, സതോ പ്രധാനമായിരുന്നു. 84 ജന്മങ്ങളെടുത്ത് തമോ പ്രധാനമായി. ഓരോ ജന്മങ്ങളിലും വേറെ വേറെ പേരുകൾ കിട്ടി. ഇപ്പോൾ താങ്കളുടെ പേര് ബ്രഹ്മാവെന്ന് വെക്കുകയാണ്. ബ്രഹ്മാസു വിഷ്ണു അഥവാ ശ്രീകൃഷ്ണൻ. ബ്രഹ്മാവിൽ നിന്ന് താങ്കൾ വീണ്ടും വിഷ്ണു അഥവാ കൃഷ്ണനായി മാറും. കാര്യം ഒന്നാണ്, ബ്രഹ്മാസു വിഷ്ണു അല്ലെങ്കിൽ വിഷ്ണുസു ബ്രഹ്മ. ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരാണ് ദേവതയായി മാറുന്നത്. അതേ ദേവീ ദേവതകളാണ് പിന്നീട് ജന്മങ്ങളെടുത്ത് ശൂദ്രരാകുന്നത്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരാണ്. ബാബ ഇരുന്ന് മക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇത് ഭഗവാന് വാചയാണ്. ഇതാ കേൾക്കുന്ന നമ്മള് ഭഗവാന്റെ വാക്കുകള്. നിങ്ങൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്ക് ഈ സന്തോഷം ഉണ്ടാകണം. പക്ഷേ ബാബ പറയണേ, എത്ര ഉണ്ടാകണോ അത്രയും സന്തോഷം മക്കൾക്കില്ലേ പറയാ ബാബ. ധനവാന്മാര് നോക്കൂ പറയാ ബാബ, അവർക്ക് അവരുടെ പണത്തിന്റെ എത്ര സന്തോഷമാണ്. ഇവിടെ ഭഗവാന്റെ മക്കളായി മാറിയിട്ടും നിങ്ങൾക്ക് അത്രയും സന്തോഷമില്ല, മനസ്സിലാക്കുന്നതേ ഇല്ല. കല്ലുബുദ്ധികളാണ്. തക്തീർ മേ നഹി ഹേ തോ ജ്ഞാൻ കി ധാരണ കർ നഹി സക്തേ. ഭാഗ്യത്തിലില്ലെങ്കിലോ ജ്ഞാനം ധാരണയാകുകയില്ല. അബ് തുംകോ ബാപ് മന്ദിർ ലൈക് ബനാ രഹേ. അപ്പൊ ബാബ നിങ്ങളെ ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പരന്തു മായാക്ക സംഗബി കം നഹി. പക്ഷെ ബാബ പറയാ, മക്കളെ മായാവി കൂട്ടുകെട്ടും ചെറുതൊന്നുമല്ല. പാടാറുണ്ട്, നല്ല കൂട്ടുകെട്ട് ഉയർത്തും, മോശമായത് മുക്കും. ബാബയുടെ കൂട്ടുകെട്ട് നിങ്ങൾക്ക് മുക്തിയും ജീവൻ മുക്തിയും നൽകും. പക്ഷെ രാവണന്റെ സംഘം ദേതു ദുർഗതിയിലേക്ക് കൊണ്ടുപോകും. 5 വികാരങ്ങളുടെ കൂട്ടുകെട്ടിൽ പെട്ടു. ഭക്തിയില് പറയാറുണ്ട് സത്സംഗം. ബാബ പറയണേ, പക്ഷേ സത്സംഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? പടി ഇറക്കമാണ്. സീഡി സെ കൊയ് ധക്ക ഖായേഗ തോ സരൂർ നീച്ചെ ഹി ഗിരേഗാണ്. ബാബ പറയണേ, പടിയില് ആരുടെയെങ്കിലും കാല് വഴുതി ഉന്തും തള്ളും കൊണ്ട എന്ത് ചെയ്യും? അല്ലെ, പടിയിൽ വീണ് അടിതെറ്റി താഴെ വീഴും. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ്. കൊയ് ഭി ഹോങ്കേ ഭഗവാൻ കാ ഇശാര ഊപ്പർ മേ കരേംഗെ. പൊതുവെ ഈശ്വരനെ ചൂണ്ടാൻ എല്ലാവരും മുകളിലേക്കാണ് ചൂണ്ടുക, അല്ലെ?
अब बाबा बिगर बच्चों को परिचय कौन दे? ഇപ്പോ ബാബ ചോദിക്കണേ, ബാബ വന്നില്ലെങ്കിൽ മക്കൾക്ക് പരിചയം ആര് തരും അച്ഛൻ്റെ? എന്നാലോചിച്ച് നോക്കൂ. ബാബ വന്നില്ലായിരുന്നുവെങ്കിൽ, അല്ല നമുക്ക് ബാബയുടെ പരിചയം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്കിങ്ങനെ ഒരു ബ്രാഹ്മണ ജീവിതം കിട്ടിയില്ലായിരുന്നെങ്കിൽ സംഗമയുഗത്തില്, അല്ലെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിട്ടുണ്ടാവും കലിയുഗത്തില്? നമ്മൾ എല്ലാ കലിയുഗികളെ പോലെ ഒരു തമോ ഗുണി ജീവിതം ജീവിച്ച് അല്ലെ മരിച്ചു പോയിട്ടുണ്ടാവില്ലേ? ബാബ ചോദിക്കണേ, ബാബ ഹി ബച്ചുങ്കോ അപ്പന പരിചയ ദേത്താ ഹെ. അച്ഛനാണ് വന്ന് മക്കൾക്ക് തന്റെ പരിചയം തരുന്നത്. ഉൻകോ അപ്പന ബനായി സൃഷ്ടിക്ക് ആദ്യ മധ്യ അന്ത നോളേജ് ദേത്താ ഹെ. ബാബ മക്കളെ തൻ്റെതാക്കി മാറ്റി സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകുകയാണ്. ബാബ കേത്തെ മേ ആക്കർ തുമക്കോ ആസ്തിക് ബനാത്താ ഹും. ബാബ എന്താ പറയണേ? മക്കളെ, ഞാൻ വന്ന് നിങ്ങളെ ആസ്തികരാക്കുകയാണ്, ത്രികാലദർശികളാക്കുകയാണ്. ഇത് ഡ്രാമയാണല്ലോ. ബാബ പറയും, ഇവിടെ നോക്കൂ, ए ड्रामा है, ये कोई साधु संत आदि नहीं जानते. ബാബ പറയണേ, സന്യാസി ശ്രേഷ്ഠന്മാരും മഹാത്മാക്കളൊക്കെ ധാരാളമുണ്ട്. പക്ഷെ സൃഷ്ടിയുടെ ആദിമധ്യാന്ത്യജ്ഞാനം ഭഗവാന്റെ പക്കലേ ഉള്ളൂ. ലോകത്തിലെ പരിധിയുള്ള ഡ്രാമയുണ്ട്. ബാബ പറയുന്നത് പരിധിയില്ലാത്ത ഡ്രാമയെ കുറിച്ച്. പരിധിയില്ലാത്ത ഡ്രാമയില് ഹം സുഖി ബി ബഹുത് ദേഖ്തേ ഹെ. ബാബ പറയണേ, നിങ്ങളുടെ ഈ പരിധിയില്ലാത്ത ജീവിത നാടകത്തിൽ നോക്കിയാൽ സുഖവും വളരെയധികം നിങ്ങൾ അനുഭവം ചെയ്തിട്ടുണ്ട് പറയണം ബാബ. ദുഃഖവും അനുഭവിച്ചു. ഈ ഡ്രാമയില് കൃഷ്ണനും ക്രിസ്തുവും, ബാബ പിന്നെ രണ്ടുപേരുടെയും പാർട്ടുണ്ട്. ബാബ പറയണ, പക്ഷെ അവരവരുടെ കണക്കുകളാണ്. ഉन्होंने भारत को लड़ाए, രാജായി ലീ, അഭി തും ലഡ്തേ നഹി ഹോ. ബാബ പറയണേ, ഒരു കാലത്ത് നോക്കൂ, തമ്മിൽ അടിച്ച് ബാബ പറയണേ രാജ്യഭാഗ്യമൊക്കെ തട്ടിയെടുത്ത് കൊണ്ടുപോയി ഇവിടുന്ന്. പക്ഷെ ഇപ്പോ ബാബ പറയണേ, ഇനി നിങ്ങൾ ബാബ യുദ്ധം ചെയ്യാനല്ല പഠിപ്പിക്കണം, തമ്മിലടിക്കാനല്ല, പിന്നെ രാവണനെ ജയിക്കാനാണ് ബാബ പഠിപ്പിക്കുന്നത്. ഡ്രാമയിൽ ഇതെല്ലാം അടങ്ങിയതാണ് പറയാ ബാബ. ആര് തമ്മിലടിച്ചു അവരുടെ രാജ്യഭാഗ്യം ഇല്ലാണ്ടായി. ബാത്തേ. പക്ഷെ ഈ കാര്യങ്ങൾ ആർക്കും അറിയില്ല. ജ്ഞാനം നൽകുന്നത് ജ്ഞാനക്കടലായ ഒരേയൊരു ബാബയാണ്. ജ്ഞാനത്തിലൂടെയാണ് നിങ്ങൾക്ക് സദ്ഗതി കിട്ടുന്നത്. ഭാരതത്തില് ദേവീ ദേവതകളുടെ രാജ്യമുണ്ടായിരുന്നു. അപ്പൊ സദ്ഗതിയായിരുന്നു. ബാക്കി ആത്മാക്കളോ മുക്തിധാമത്തിലെ ഭാരതം സ്വർണ്ണ സമാനമായിരുന്നു. നിങ്ങളാണ് രാജ്യം ഭരിച്ചിരുന്നത്. സത്യയുഗത്തിൽ സൂര്യവംശ രാജ്യം. ഇപ്പോൾ നിങ്ങൾ സത്യനാരായണന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നരനിൽ നിന്ന് നാരായണനാകാനുള്ള കഥയാണിത്. വലിയ അക്ഷരത്തിൽ എഴുതി വെക്കൂ. സത്യമായ ഗീതയിലൂടെ ഭാരതം സത്യഭൂഖണ്ഡമായി മാറുകയാണ്, വാല്യുബിളായി തീരുകയാണ്. ബാബ വന്ന് സത്യമായ ഗീത കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഈ കാര്യങ്ങളൊക്കെ വലിയ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെക്കും. സഹജ രാജയോഗം പഠിപ്പിക്കുക ആണ്. ഈ സഹജ രാജയോഗത്തിലൂടെ മക്കളുടെ ജീവിതത്തെ പൗണ്ടോളം വിലയുള്ളതാക്കി ഉയർത്തുകയാണ്. ബാബ പറയണേ, ബാബ എത്രയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. പക്ഷേ ദേഹാഭിമാനം കാരണം മക്കള് ബാബ ഇത്രയും പഠിപ്പിച്ചു തന്നാലും മക്കളെല്ലാം മറക്കുകയാണ്. ദേഹി അഭിമാനിയായി മാറുകയാണെങ്കിൽ ധാരണ ഉണ്ടാകും. ദേഹാഭിമാനം കാരണം ധാരണ ഉണ്ടാകുന്നതേയില്ല. ഇതാ ഒരു പോയിന്റ് പറഞ്ഞ ബാബ. ദേഹാഭിമാനം കാരണമാണ് ജ്ഞാനം ധാരണ ആകാത്തത്. ദേഹി അഭിമാനിയാകുമ്പോൾ ജ്ഞാനം ധാരണയാകും. ബാബ समझाते हैं मैं थोड़ी ही कहता हूं कि मैं सर्वव्यापी हूं. ബാബ ചോദിക്കണ, മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ സർവവ്യാപിയാണെന്ന്. നിങ്ങളെന്താ പാടിയത്? അങ്ങ് തന്നെ ഞങ്ങളുടെ മാതാവും പിതാവും അങ്ങ് തന്നെ. ഇതിന്റെ അർത്ഥം എന്താണ്? ഭഗവാനെ, അങ്ങയുടെ കൃപയിലൂടെ ഞങ്ങൾക്ക് സുഖി ജീവിതം. ഇപ്പൊ നോക്കൂ, ദുഃഖമല്ലേ? ഈ പാട്ടൊക്കെ ഏത് സമയത്തതാണ്? നിങ്ങൾ എപ്പോഴാണ് പാടിയത്? ഇതും ആർക്കും മനസ്സിലാവുന്നില്ല. ബാബ പറയണേ, ഈ പക്ഷികളൊക്കെ ചിലയ്ക്കുന്നത് പോലെ
കുട്ടികൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാ ബാബ. ബാക്കി അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല, അർത്ഥമില്ലാതെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ബേഡ് സംജാത്തെ ഹേ. ബാബ ഇപ്പൊ എന്താ പറയണേ? മക്കളെ, അൺറൈറ്റിയസ് ജീവിതമായിരുന്നു നിങ്ങളുടേത്, ശരിയല്ലാത്ത ജീവിതം. ആരാണ് നിങ്ങളെ ശരിയല്ലാത്തതാക്കി മാറ്റിയത്? ആര് മാറ്റി? രാവണൻ. ഭാരതം സത്യഭൂഖണ്ഡമായിരുന്നു. എല്ലാവരും സത്യം പറഞ്ഞിരുന്നു. ഒരു തരത്തിലുള്ള കള്ളത്തരവും മോഷണവും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴോ എത്രയാ മോഷണങ്ങളൊക്കെ നടക്കണേ. ലോകത്തിൽ ചതി തന്നെ ചതിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ബാബ, ഇത് പാപാത്മാക്കളുടെ ലോകമാണ്, ദുഃഖത്തിന്റെ ലോകമാണ്. സത്യയുഗമോ സുഖീ ലോകം. ബാബ പറയണേ, നോക്കൂ, ഇത് എത്രയും ബാബ പറയണേ വിഷയവികാര ലോകമായി മാറി. സത്യയുഗമാണെങ്കിൽ ശിവാലയം, കലിയുഗം വികാരി ലോകം. ബാബ കിത്തന അച്ഛി രീതി ബേട്ട് സംജാത്തെ ഹെ. അച്ഛൻ എത്ര നല്ല രീതിയിൽ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നേ. പേര് തന്നെ അത്ര ശ്രേഷ്ഠമാണ്. എന്താ പേര് യജ്ഞത്തിന്റെ? പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം. अब बाबा अगर समझदार बनाते हैं. ഇപ്പൊ ബാബ വന്ന് മക്കളെ വിവേകശാലികളാക്കി മാറ്റുകയാണ്. പറയുകയാണ്, മക്കളെ, ഈ 5 വികാരങ്ങളെ ജയിക്കൂ, എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ജയിച്ചു. ഈ കാമം തന്നെയാണ് മഹാശത്രു. കുട്ടികൾ വിളിക്കുന്നുണ്ട്, ഭഗവാനെ അങ്ങ് വന്ന് ഞങ്ങളെ ഗോഡേ അല്ലെ, ഗോഡിനോടാണ് പറഞ്ഞേ, വന്ന് ഞങ്ങളെ ഗോഡസസ് ആക്കി മാറ്റും, ദേവീ ദേവതകളാക്കി മാറ്റൂ ദൈവമേ. ബാപ് കി യഥാർത്ഥ മഹിമ തും ബच्चे ही जानते हो. ബാബയുടെ യഥാർത്ഥ മഹിമകളും മക്കൾക്കേ അറിയൂ. മനുഷ്യ तो न बाबा को जानते न बाबा की महिमा को जानते. മനുഷ്യർക്ക് അച്ഛനെ അറിയില്ല, അച്ഛന്റെ മഹിമകളും അറിയില്ല. നിങ്ങൾക്കറിയാം. എന്തറിയാം? ബാബ സ്നേഹക്കടലാണ്. സ്നേഹത്തിന്റെ ഒരു കടലാണ് എൻ്റെ അച്ഛൻ. ബാബ കുട്ടികൾക്ക് എത്ര ജ്ഞാനമാണ് പറഞ്ഞിരുന്നത്. ബാബന് ഈ ജ്ഞാനം ഇത്രയും നിങ്ങൾക്ക് തരുന്നതേ എൻ്റെ സ്നേഹമാണ്. ബാബയുടെ സ്നേഹമാണ്. ടീച്ചർ വിദ്യാർത്ഥിയെ പഠിപ്പിക്കും. പഠിപ്പിലൂടെ വിദ്യാർത്ഥി എന്തിൽ നിന്ന് എന്തായിത്തീരുന്നു? നിങ്ങൾ കുട്ടികളെയും ബാബ അവ പറയണെ പഠിപ്പിച്ച് ബാബയെ പോലെ സ്നേഹത്തിന്റെ ഒരു കടലാക്കി മാറ്റുകയാണ്. സ്നേഹത്തോടെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും. ബാബ പറയാണ്, നിങ്ങളും പരസ്പര സ്നേഹത്തോടെ ജീവിക്കും. നമ്പർ 1 സ്നേഹമാണ്. നമ്പർ 1 സ്നേഹം അച്ഛന്റെ പരിചയം എല്ലാവർക്കും കൊടുക്കുക. നിങ്ങൾ ഗുപ്തദാനമാണ് ചെയ്യുന്നത്. ഗുപ്തദാനം. ഏതാ ഗുപ്തദാനം? ജ്ഞാനദാനം. ബാബ പറഞ്ഞു ഗുപ്തമായി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഏക് ദോ കെ ലിയേ കൃണ ഭി നഹീ രഹ്നി ചാഹിയേ. ബാബ അടുത്ത ധാരണ പറയാണ്, നിങ്ങൾക്ക് ആരോടും വെറുപ്പുണ്ടാകരുത്. അഥവാ ആരെയോടെങ്കിലും നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ ബാബ പറയണ നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആരെയും ബാബ പറയണേ തിരസ്കരിക്കാൻ പാടില്ല, റിജക്റ്റ് ചെയ്യരുത് പറയാ ബാബ. എത്ര നമ്മൾ റിജക്റ്റ് ചെയ്യുന്നോ, തിരസ്കരിക്കുന്നോ, ബാബ പറയണേ അതിനും ഒരു ശിക്ഷയുണ്ട്. കബി ബി കിസിസെ, ഒരാളോടും വെറുപ്പ് സൂക്ഷിക്കരുത്. ആരെ പ്രതി വെറുപ്പുള്ളിൽ കാത്തു സൂക്ഷിക്കരുത്, തിരസ്കരിക്കുകയും ചെയ്യരുത്. ഇതാ പാഠം ബാബയുടെ. ആരോടും തിരസ്കാരം, നിരസിക്കുക, തിരസ്കരിക്കുക, റിജക്റ്റ് ചെയ്യുക. ബാബനത് ചെയ്യല്ലേ, വെറുപ്പുണ്ടാകാൻ പാടില്ല. കാരണം വെറുപ്പ് വരുമ്പോഴാണ് എന്ത് ചെയ്യണം? നമ്മൾ തിരസ്കാരം ചെയ്യണം. ദേഹാഭിമാൻ മേ ആനെ സേ ഹി പതിത് ബനത്തെ ഹോ. ദേഹാഭിമാനത്തിൽ വരുന്നത് കൊണ്ടാണ് ബാബന് ഈ പതിത സ്വഭാവം. ഏത്? നിരസിക്കുക, റിജക്റ്റ് ചെയ്യുക, വെറുക്കുക. ബാബ പറയണേ തിരസ്കരിക്കുക. ഇതെല്ലാം പതിത സ്വഭാവങ്ങളാണ്. ബാബ് ദേഹി അഭിമാനി ബനാത്തെ ഹേ तो तुम पावन बनते हो. ബാബ ദേഹി അഭിമാനിയാക്കി മാറ്റല്ലേ, അപ്പോൾ നിങ്ങൾ പാവനമായി മാറുന്നു. സബ്കോ യഹി സംജാവോ. നിങ്ങൾ എല്ലാവർക്കും എന്ത് പറഞ്ഞു കൊടുക്കണം? ഇപ്പോൾ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയായി. ജോ സൂര്യവംശി മഹാരാജ മഹാറാണി ഥേ
സൂര്യവംശത്തിലെ മഹാരാജ മഹാറാണിയായിരുന്നവര് 84 ജന്മങ്ങളെടുത്ത് താഴെ ഇറങ്ങി. ബാബ പറയണേ ഇപ്പൊ എവിടെ എത്തി അല്ലെ? 8 വടിയിലെത്തി, താഴെ എത്തി, നിലത്ത് ബാബ പറയണേ എത്തിക്കഴിഞ്ഞു. അപ്പൊ ബാബ ഫിർ സെ മഹാരാജ മഹാറാണി ബനാ രഹേ. ഇപ്പൊ അച്ഛനോ വീണ്ടും മക്കളെ മഹാരാജ മഹാറാണിയാക്കി മാറ്റുകയാണ്. ബാബ പറയാണ് മാമേകം യാദ് കരോ, എങ്കിൽ പാവനമായി മാറും. തും ബച്ചോങ്കോ രഹം ദിൽ ബൻ. ഇനി വീണ്ടും അടുത്ത ധാരണ എന്താ പറയണ ബാബ? മക്കളെ ദയാമനസ്കരായി മുഴുവൻ ദിവസവും സേവനങ്ങളെക്കുറിച്ചുള്ള വിചാരം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ദയാഹൃദയത്തോടെ മുഴുവൻ ദിവസവും സേവനങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അച്ഛൻ്റെ ഡയറക്ഷനാണ് മീഠേ ബച്ചേ, മധുരമായ മക്കളെ ദയാമനസ്കരായി ദുഃഖിതരായ ആത്മാക്കളെ സുഖികളാക്കി മാറ്റൂ. ദുഃഖിതരെ സുഖികളാക്കി മാറ്റൂ. ഇതാണ് അച്ഛൻ്റെ ആജ്ഞ. ബാബ പറയുന്നത് ദുഃഖിതർക്ക് നിങ്ങൾ കത്തയക്കൂ പറയാം. ബാബ മെസ്സേജ് അയക്കും. ഇതാ കത്തിൽ എഴുതേണ്ടത് അവനെ ഷോർട്ടായിട്ട് അയക്കും. ആര് ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്നു അവർക്ക് എന്ത് കത്തയക്കണം? ഭഗവാൻ പറയുകയാണ് എന്നെ ഓർമ്മിക്കൂ, ഈശ്വരൻ കൊണ്ടുവന്നിരിക്കുന്ന സമ്പത്തിനെ ഓർമ്മിക്കൂ. മഹിമകളെല്ലാം ഒരു ശിവബാബയുടേതാണ്. മനുഷ്യർക്ക് ബാബയുടെ മഹിമകളെ കുറിച്ച് അറിയുന്നില്ല. ബാബന് എല്ലാ ഭാഷയിലും നിങ്ങൾക്ക് എഴുതാമെന്ന് പറയാം ബാബ. ഹിന്ദി അറിയുന്നവർക്ക് ഹിന്ദിയിൽ എഴുതൂ പറയാ ബാബ. സർവീസ് കർണേക്കാ ഭി ബാബ പറയണ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ സേവനങ്ങൾ ചെയ്യണം എന്ന കൗശലം ബാബ പറയണ ഉണ്ടായിരിക്കണം. ബഹുത് ഹേ ജോ ആപ്ഘാത് കർണേ ബൈഠ് ജാത്തെ ഹേ. ബാബ പറഞ്ഞ ചിലർക്ക് ഇത്രയും ദുഃഖം താങ്ങാൻ പറ്റാതെ ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവരുണ്ട്. നിങ്ങൾ അവർക്കും പറഞ്ഞു കൊടുക്കൂ, ഈ ശരീരത്തെ ഹത്യ ചെയ്യാൻ താങ്കൾ ചിന്തിക്കുന്നത് മഹാപാപമാണ്. ഇപ്പോൾ ബാബ വന്ന് ശ്രീമതം തന്നിട്ടുണ്ട് അല്ലെ? ഭഗവാന്റെ ശ്രീമതമാണ് ഈ മുരളി. മുരളി കേൾക്കൂ, ഭഗവാന്റെ പഠിപ്പ് പഠിക്കൂ, താങ്കളുടെ ദുഃഖമെല്ലാം മാറും. മാറിയിട്ടില്ലേ? ഇപ്പൊ ലക്ഷോപലക്ഷം മക്കള് ബാബയുടെ കുട്ടികളാണ്, മുരളി കേൾക്കുന്നുണ്ട്. ബാബയുടെ ഈ ജ്ഞാനം കേട്ടിട്ട് എത്ര ആത്മാക്കള് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ടാവും അല്ലേ? ശ്രീ ശ്രീ ശിവബാബയാണ്. തുംകോ ബനാത്തെ ഹേ ശ്രീ ലക്ഷ്മി ശ്രീനാരായണൻ. ബാബ വന്ന് നിങ്ങളെ ശ്രീ ലക്ഷ്മി ശ്രീനാരായണനാക്കി മാറ്റുകയാണ്. ശ്രീ ശ്രീ ഒരേയൊരു ബാബയാണ്. വോ കബീ ചക്രമേ ആത്തേ നഹി. ബാബ ഒരിക്കലും കാലചക്രത്തിലേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് ശ്രീ എന്ന ടൈറ്റില് ബാബ തരികയാണ്. ബാബ പഠിപ്പിച്ച് നമ്മളെ ശ്രീയാക്കി ശ്രേഷ്ഠരാക്കി മാറ്റുകയാണ്. ആജ്കൽ തോ സബ്കോ ശ്രീ കാ ടൈറ്റിൽ ദേത്തെ രഹത്തെ ഹെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ശ്രീ എന്ന ടൈറ്റിൽ കിട്ടുന്നു. ബാബ പറയണേ കഹാം വോ നിർവികാരി കഹാം ഏ വികാരി, രാത് ദിൻ കാ ഫറക് ഹെ. നിർവികാരികളായ മനുഷ്യർ എവിടെ കിടക്കുന്നു, വികാരികൾ എവിടെ കിടക്കുന്നു. അവൻ എത്ര അന്തരാണ്. സത്യുഗി നിർവികാരി മാനവരും കലിയുഗി വികാരി മനുഷ്യനും എത്ര വ്യത്യാസമുണ്ട്, രാത്രിയും പകലും പോലെ. तो बाबा रोज समझाते रहते हैं. ബാബ ഡെയിലി മനസ്സിലാക്കി തരികയാണ്. എന്താ ഡെയിലി പറയുന്ന ഒരു പോയിന്റ്? പറയൂ എല്ലാവരും. ഏതാണ് ഡെയിലി പറയണ ബാബ? ഏക് തോ ദേഹി അഭിമാനി ബനോ. ഒരു പോയിന്റ് ഏതാ? ആവർത്തിച്ച് പറയണേ, ദേഹി അഭിമാനിയായി മാറൂ. രണ്ടാമത്തത്, എല്ലാവർക്കും എൻ്റെ സന്ദേശം കൊടുക്കൂ. നിങ്ങൾ സന്ദേശവാഹകനായ ബാബയുടെ മക്കളാണ്. നിങ്ങളും സന്ദേശദൂതരായിരിക്കണം എന്ന് പറയാ ബാബ. ബാബ ഒന്ന് നമുക്ക് സന്ദേശം തന്നു. നമ്മൾ പോയി മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കണം. സർവരുടെയും സദ്ഗതി ദാദാ ഒരു ബാബയാണ്. ബാക്കി ധർമ്മസ്ഥാപകർക്ക് ബാബ പറയണേ, അവരെ ഒന്നും ഗുരു എന്ന് വിളിക്കില്ലല്ലോ. സദ്ഗതി നൽകുന്നത് ഒരേയൊരു സദ്ഗുരു ശിവബാബയാണ്. അച്ഛാ, മുരളി ചെറുതാണ്, മുരളി കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് മാതേശ്വരിയുടെ ഒരു ക്ലാസ്സും കൂടി മുരളിയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം ബാബയുടെ മുരളി പൂർത്തിയാക്കാം. അച്ഛാ, മീഠേ മീഠേ സിക്കില്ലതേ ബച്ചോം വൃദ്ധി, मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते.
हम रूहानी बच्चों की रूहानी बाप को याद प्यार, गुड मॉर्निंग और नमस्ते. ധാരണ പോയിന്റ്. ഇതാണ് ഇന്നത്തെ ധാരണ. ഫസ്റ്റ് പോയിന്റ്, കിസി സെ ഭി ഘൃണ വ നഫ്രത് നഹീ കർന. ആരോടും വെറുപ്പുണ്ടാകരുത്. ആരോടും വെറുപ്പുണ്ടാകരുത്. रहम दिल बन दुखी ആത്മാവും को സുഖി बनाने की सेवा करना. ദയാഹൃദയമുള്ളവരായി ദുഃഖിതരായ ആത്മാക്കളെ സുഖികളാക്കി മാറ്റുന്നതിനുള്ള സേവനങ്ങൾ ചെയ്യണം. ദയാഹൃദയമുള്ളവരായി ദുഃഖിതരെ സുഖികളാക്കുന്നതിനുള്ള സേവനം ചെയ്യണം. ബാബ് സമാൻ മാസ്റ്റർ പ്യാർ കാ സാഗർ ബന്ന. ബാബയെ പോലെ മാസ്റ്റർ സ്നേഹക്കടലായി മാറണം. ബാബയെ പോലെ മാസ്റ്റർ സ്നേഹക്കടലായി മാറണം. सेकेंड पॉइंट है, भगवान के हम बच्चे हैं, इसी नशे व खुशी में रहना. ഭഗവാന്റെ മക്കളാണ് നമ്മൾ. അത് ഡബിൾ ഇൻവെർട്ടഡ് കൊമയിൽ എഴുതുക. ഈ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കുക. ഇതാണെന്ന് സുമാനം. ഫുൾ ഡേ എന്ന ഈ ലഹരി വേണം. നമ്മൾ ഭഗവാന്റെ മക്കളാണ്. കബി മായക്ക് ഉൾട്ടേ സംഗമേ നഹീ ജാന. ഒരിക്കലും മായയുടെ തലകീഴായ കൂട്ടുകെട്ടിലേക്ക് പോകരുത്. ദേഹി അഭിമാനി ബൻകർ ജ്ഞാൻ കി ധാരണ കർണേ. ദേഹി അഭിമാനിയായി മാറി ജ്ഞാനത്തെ ധാരണ ചെയ്യണം. ദേഹി അഭിമാനിയായി ജ്ഞാനത്തെ ധാരണ ചെയ്യണം. वरदान, बाप समान वरदानी बन हर एक के दिल को आराम देने वाले मास्टर दिलाराम भव. ബാബയ്ക്ക് സമാനം വരദാനിയായി മാറി, ബാബയ്ക്ക് സമാനം വരദാനിയായി മാറി ഓരോരുത്തരുടെയും ഹൃദയത്തിന് വിശ്രമം നൽകുന്ന മാസ്റ്റർ ദിലാരാം, മാസ്റ്റർ ഹൃദയേശ്വരനായി ഭവിക്കട്ടെ. മാസ്റ്റർ ഹൃദയേശ്വരൻ, ബാബ ഹൃദയേശ്വരൻ. ബാബ കുട്ടികൾക്ക് എന്താ ടൈറ്റിൽ തന്നിരിക്കണേ? മാസ്റ്റർ ഹൃദയേശ്വരൻ. जो बाप समान वरदानी मूर्त बच्चे हैं वो कभी किसी की कमजोरी को नहीं देखते. ബാബയ്ക്ക് സമാനം വരദാനി മൂർത്തികളായ മക്കൾ ഒരിക്കലും ആരുടെയും ദുർബലതകൾ കാണില്ല. ബാബയ്ക്ക് സമാനം വരദാനി മൂർത്തികളായ മക്കൾ ഒരിക്കലും ആരുടെയും ദുർബലതകൾ കാണില്ല. वो सबके ऊपर रहमदिल होता है. അവർ സർവരോടും ദയുള്ളവരായിരിക്കും. അവർക്ക് സർവരോടും ദയാഹൃദയമായിരിക്കും. ജैसे बाप किसी की कमजोरियां दिल पर नहीं रखते. എങ്ങനെയാണോ ഭഗവാൻ ആരുടെയും കുറവുകളെ ഉള്ളിൽ വെക്കാത്തത്, ബാബ ആരുടെയും കുറവുകളെ ഉള്ളിൽ വെക്കാത്തത് പോലെ വരദാനി കുട്ടികളും ആരുടെയും ദുർബലതകളെ ഹൃദയത്തിൽ സൂക്ഷിക്കില്ല. വരദാനി കുട്ടികളും ആരുടെയും ദുർബലതകളെ ഹൃദയത്തിൽ സൂക്ഷിക്കില്ല. वे हर एक की दिल को आराम देने वाले मास्टर दिलाराम होते हैं. അവർ ഓരോരുത്തരുടെയും ഹൃദയത്തിന് വിശ്രമം നൽകുന്ന മാസ്റ്റർ ഹൃദയേശ്വരനായിരിക്കും. इसलिए साथी हो या प्रजा सभी उनका गुणगान करते हैं. അതിനാൽ കൂടെയുള്ളവരാകട്ടെ പ്രജകളാകട്ടെ എല്ലാവരും അവരുടെ മഹിമകൾ പാടുന്നു. സഭി കെ അന്തർ സെ യഹി ആശീർവാദ് നികൽത്തി ഹെ. സർവരുടെയും ഹൃദയത്തിൽ നിന്ന് ഈ ആശീർവാദം ഉണ്ടാകുന്നു. ഏ ഹമാരെ സദാ സ്നേഹി ഹെ സഹയോഗി ഹെ. എന്താ ആശീർവാദം കിട്ടും സർവരുടെയും ഹൃദയത്തിൽ നിന്ന്? ഇവർ സദാ നമ്മുടെ സ്നേഹിയും സഹയോഗിയുമാണ്.
എപ്പോഴാണ് ഈ ആശീർവാദം കിട്ടണേ? ആരുടെയും ദുർബലതകളെ ഹൃദയത്തിൽ സൂക്ഷിക്കാതെ, എല്ലാവരുടെയും ഹൃദയത്തിന് ആശ്വാസം കൊടുക്കുന്ന, ആശ്രയം നൽകുന്ന, വിശ്രമം നൽകുന്ന ബാബ പറയണേ പാർട്ടുധാരികളായി നമ്മൾ ബാബയെ പോലെ, ബാബ എന്താ പറഞ്ഞേ, മാസ്റ്റർ ഹൃദയേശ്വരന്മാരാകുക. മറ്റുള്ളവരുടെ ഹൃദയത്തിന് വിശ്രമം നൽകുകയാണെങ്കിലാണ് എന്താ പറഞ്ഞ ബാബ, ബാബയെ പോലെ നിങ്ങളും ദിലാരാമന്മാരായി. എല്ലാവരുടെയും ദില്ലിന് ആരാം, വിശ്രമം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിന്, ഹൃദയത്തിന് വിശ്രമം കൊടുക്കുക അർത്ഥം ഹൃദയത്തിന് സുഖം കൊടുക്കുന്നവർ. ശ്ലോകൻ संगम युग पर श्रेष्ठ आत्मा वो है जो सदा बेफिक्र बादशाह है. സംഗം യുഗത്തിലെ ശ്രേഷ്ഠാത്മാക്കൾ സദാ ചിന്തയില്ലാത്ത ചക്രവർത്തിമാരാണ്. ആരാണ് സംഗം യുഗത്തിലെ ശ്രേഷ്ഠ പാർട്ടുധാരി എന്ന് പറഞ്ഞ്? ആരാണോ സദാ ചിന്തയില്ലാത്ത ചക്രവർത്തിയായി ജീവിക്കണം. ചിന്തയൊന്നുമില്ലല്ലോ അല്ലേ ബാബയുടെ മക്കൾക്ക്? അല്ലെ, ബാബ നമ്മളെ ചിന്തയിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന്? ചിന്തനങ്ങളിലൂടെ, ശ്രേഷ്ഠ ചിന്തനങ്ങളിലൂടെ. സാധാരണ ആൾക്കാർ പറയില്ലേ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. കാരണം ബാബയ്ക്ക് അറിയാം കലിയുഗത്തിലെ മുഖ്യ വിഷയം ചിന്തയാണ്. ഭഗവാനും വന്നിട്ട് എന്ത് ചെയ്തു? ചിന്തയെ അല്ലേ, വ്യർത്ഥ ചിന്തകളെ, നെഗറ്റീവിനെ ഇല്ലാണ്ടാക്കാൻ, ഓവർ തിങ്കിങ് ഇല്ലാണ്ടാക്കാൻ ഭഗവാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു? ചിന്തിച്ചോളൂ, പക്ഷെ ശുഭം ചിന്തിക്കൂ. ശുഭചിന്തനത്തിനുള്ള സാധനം, സാമഗ്രി നമുക്ക് തന്നു. അതാണ് ജ്ഞാനം. മുരളി കിട്ടുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ശുഭചിന്തകരായിരിക്കാൻ പറ്റണം അല്ലേ? ബാബയുടെ മുരളി ഉണ്ടായിരുന്നില്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. 7 ദിവസത്തെ കോഴ്സ് തന്നിട്ട് ബാബ നിങ്ങൾ പോയിരുന്ന് വീട്ടിൽ പോയിരുന്ന് പഠിച്ചോളൂ, യോഗം ചെയ്തോളൂ, എന്നെ ഓർമ്മിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞിരുന്നുവെങ്കിലും അല്ല, ഓരോ ദിവസത്തെയും ബാബയുടെ മധുര മഹാവാക്യമാണ് നമുക്കുള്ള ഭക്ഷണം. ഈ ചിന്തനമാണ്, ജ്ഞാനം കൊണ്ടുള്ള ചിന്തനമാണ് നമ്മളെ ചിന്തയില്ലാത്ത ചക്രവർത്തിമാരാക്കി മാറ്റണം. നമുക്ക് മാതേശ്വരിജിയുടെ അമൂല്യ മഹാവാക്യങ്ങളെ കേൾക്കാം. ज्ञानी तो आत्मा बच्चों की भूल होने से 100 गुना दंड. ജ്ഞാനമയ ജീവിതം ജീവിക്കുന്ന കുട്ടികൾ തെറ്റ് ചെയ്താൽ 100 മടങ്ങാണ് ശിക്ഷ. ഈ അവിനാശി ജ്ഞാനയജ്ഞത്തിൽ സാക്ഷാത് പരമാത്മാവിന്റെ കൈ പിടിച്ച് നമ്മൾ നടക്കുകയാണ്. ഫിർ കാരണേ അകാരണേ അഗർ. എന്നിട്ട് മമ്മ പറയണേ, ഭഗവാന്റെ കൈപിടിച്ച് ഈ രുദ്രജ്ഞാന യജ്ഞത്തിൽ ജീവിക്കുന്ന കുട്ടികൾ കാരണമുണ്ടായിട്ടോ അല്ലെങ്കിൽ അകാരണത്താലാണ്. കാരണേ അകാരണേ വികർമ്മങ്ങൾ ചെയ്താൽ, അറിഞ്ഞോ അറിയാതെയോ വികർമ്മങ്ങൾ ചെയ്താൽ അതിന് ശിക്ഷ വളരെ കൂടുതലാണ്. ജैसे ജ്ഞാൻ ലേനെ സെ ഉൻകോ. അപ്പൊ എങ്ങനെയാണോ ജ്ഞാനത്തില് എല്ലാത്തിനും 100 മടങ്ങ് ലാഭം. ബാബ പറയില്ല, ഒരു സ്റ്റോഡ് വെച്ചാൽ ഞാൻ 1000 മടങ്ങ് സഹായിക്കും. ശ്രേഷ്ഠ കർമ്മത്തിന് എങ്ങനെയാണോ 100 മടങ്ങ് ലാഭം കിട്ടുന്നത്, പ്രാപ്തി ഉണ്ടാകുന്നത്, അതേപോലെ ജ്ഞാനമെടുത്ത ആത്മാവ് തെറ്റ് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധാപൂർവം കേൾക്കേണ്ട മഹാവാക്യാണ്, ജ്ഞാനികൾ തെറ്റ് ചെയ്താൽ 100 മടങ്ങ് ശിക്ഷയും ഉണ്ടാകും. അതിനാൽ വളരെ ജാഗ്രതയോടെ ജീവിക്കണം. ഭൂൽ കർത്തേ രഹേംഗെ തോ കംസോർ പടുത്തേ രഹേംഗെ. മമ്മ പറയണേ, തെറ്റുകൾ ചെയ്തുകൊണ്ടേ പോവുക, അപ്പോൾ നിങ്ങൾ ദുർബലരായി തീരും. അതിനാൽ ചെറുതും വലുതുമായ തെറ്റുകളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തിക്കൊണ്ട് പറയണം മമ്മ. ആगे के लिए പരീക്ഷൻ കർ ചലത്തെ ചലോ. തെറ്റിനെ ഉടനെ തിരിച്ചറിയാൻ, മുന്നോട്ട് ആവർത്തിക്കാതിരിക്കാൻ. ഒരിക്കലുണ്ടായ തെറ്റ്, മമ്മ അപ്പോഴും അങ്ങനെയല്ലേ പറയാ, ഒരിക്കലുണ്ടായ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. അവരവരെ ചെവിക്ക് പിടിച്ചോളണം എന്ന് പറയണം മതേശ്വരി ഉടനെ. देखो जैसे समझदार बड़ा आदमी बुरा काम करता है तो उनके लिए बड़ी सजा. പൊതുവെ ലോകത്തിൽ അങ്ങനെയല്ലേ പറയണേ, എല്ലാം അറിയുന്ന ഒരാള്, വിവേകശാലിയായ ഒരാള് തെറ്റ് ചെയ്ത അവർക്ക് ശിക്ഷ കൂടുതൽ കൊടുക്കണം എന്ന് പറയും. അറിഞ്ഞിട്ടും തെറ്റ് ചെയ്തില്ലേ പറഞ്ഞിട്ട്. और जो नीचे गिरा हुआ आदमी है कुछ बुरा काम करता है तो उसके लिए इतनी सजा नहीं. പക്ഷെ താഴ്ന്ന ഒരു ജീവിതം ജീവിക്കുകയാണെങ്കിൽ ഒന്നും അറിയാത്ത ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ശിക്ഷ കുറയും. അബ് തും ഭീ പരമാത്മാക്കെ ബച്ചെ കഹലാത്തെ ഹോ. ഇപ്പം അമ്മ പറയണേ, നിങ്ങളും ഭഗവാന്റെ മക്കളെന്നല്ലേ നിങ്ങൾ നിങ്ങളെ കുറിച്ച്
പറയണം. ഇന്നത്തെ മുരളിയിൽ അതല്ലേ ബാബ പറഞ്ഞേ, നമ്മൾ ഭഗവാന്റെ മക്കളാണെന്നുള്ള ലഹരിയിൽ ജീവിക്കുന്നവരാണ്. തോ ഇത്തനെ ഹി തുമക്കോ ദേവി ഗുൺ. ഇപ്പൊ ഭഗവാന്റെ മക്കളാണെങ്കിൽ ഭഗവാനെ പോലെയുള്ള ഗുണങ്ങൾ, ദൈവിക ഗുണങ്ങൾ അത്രയും നമ്മളിൽ, ദൈവത്തിലുള്ള എല്ലാ ഗുണവും ഉണ്ടാകണം. സച്ചേ ബാബാ കെ പാസ് ആത്തേ ഹോ തോ സച്ചാ ഹോക്കർ രഹന. സത്യപിതാവിന്റെ അരികിലല്ലേ, അപ്പൊ സത്യതയോടെ ജീവിക്കണം. ലോക കേത്തെ ഹേ പരമാത്മാ ജാനേ ജാനഹാർ ഹൈ. മാമ പറയണേ, ആൾക്കാർ പൊതുവെ ലോകത്തിൽ പറയും ഭഗവാനോ എല്ലാം അറിയുന്ന ആളല്ലേ. അപ്പൊ ബാബ പറയണതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ എല്ലാം ഹൃദയത്തെ അറിയുന്ന ആള് എന്നുള്ളതല്ല, സൃഷ്ടിയുടെ ആദിമധ്യാന്ത്യ ജ്ഞാനത്തെയാണ് ഭഗവാൻ അറിയുന്നത്. ബാക്കി ऐसे नहीं പരമാത്മാ രജത പാലൻ കർത്ത ഓർ സംഹാർ കർത്ത. അല്ലാതെ ഇങ്ങനെയല്ല എന്ന് പറയണം മാതേശ്വരി. പരമാത്മാവ് രചിക്കുകയും ചെയ്യും, പാലിക്കുകയും ചെയ്യും, സംഹരിക്കുകയും ചെയ്യും. ഇതൊന്നും ബാബയുടെ ജോലിയല്ലല്ലോ. അപ്പൊ ബാബ ചോദിക്കണ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാം അമ്മ. പരമാത്മാ പൈതാക്കർത്ത, അതിന്റെ അർത്ഥം എന്താ? പരമാത്മാവ് ജന്മം കൊടുത്തിട്ട് പാലിച്ച് വളർത്തിയിട്ട് പിന്നെ കൊന്നുകളയുന്നു എന്നുള്ളതാണ്? അങ്ങനെയല്ലല്ലോ. മനുഷ്യ अपने कर्मों के हिसाब किताब से जन्म लेता है. മനുഷ്യൻ ജനിക്കുന്നത് പോലും നമ്മുടെ ഓരോരുത്തരുടെയും ജനനം തന്നെ മാതേശ്വരി പറയണം, നിങ്ങളുടെ കർമ്മക്കണക്കുകൾക്കനുസരിച്ചുള്ള സ്ഥലത്താണ് നിങ്ങൾ ജനിക്കുന്നത്. ഇതിന്റെ അർത്ഥം പരമാത്മാവ് ഇരുന്നിട്ട് ഉൻകെ ബുരേ സങ്കല്പ അച്ഛേ സങ്കല്പങ്കോ ജാനേങ്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള മോശ സങ്കല്പത്തെയും നല്ല സങ്കല്പത്തെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ജോലിയല്ല ബാബയുടേത്. वो तो जानता है कि अज्ञानियों के दिल में क्या चलता होगा. सारा दिन मायावी संकल्प चलते होंगे, ज्ञानी के अंदर शुद्ध संकल्प चलते होंगे. बाकी ये एक एक संकल्प को മാമ പറയണേ ബാബയ്ക്ക് അറിയാം. ഒരാൾ മോശമാണ് അർത്ഥം അവരുടെ ഉള്ളിൽ മോശ സങ്കല്പങ്ങളായിരിക്കും. ഒരാൾ നല്ല ആളാണ് അർത്ഥം നല്ല സങ്കല്പങ്ങളാണ്. ഒരു ജ്ഞാനിയുടെ ഉള്ളിൽ നല്ല സങ്കല്പം ഉണ്ടാവും. ജ്ഞാനമില്ലാതെ ജീവിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ മോശ വിചാരങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ അണ്ടർസ്റ്റുഡ് ആണല്ലോ എന്ന് പറയണം മാതേശ്വരി. അതിന്റെ അർത്ഥം ബാബ ഫുൾ ഡേ ഇരുന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്ത് സങ്കല്പാണെന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയല്ല. ബാക്കി പരമാത്മ ജാനത്താ ഹേ അബ് തോ സബ്കി ആത്മാ ദുർഗതി കോ പहुंच ഗയി. പക്ഷെ ഇൻ ജനറൽ ബാബയ്ക്ക് അറിയും ഈ സമയത്ത് സർവാത്മാക്കളും ദുർഗതിയിലാണ്. എങ്ങനെ എനിക്ക് എൻ്റെ മക്കളുടെ സദ്ഗതി ചെയ്യണം? ഏ സാരി പെഹ്ചാൻ, ഈ തിരിച്ചറിവുകളാണ് ബാബയുടെ പക്കലുള്ളത്. എൻ്റെ മക്കളെല്ലാം ദുർഗതിയിലായിപ്പോയി, മക്കളെല്ലാം എങ്ങനെ സദ്ഗതിയിലേക്ക് കൊണ്ടുവരണം, അതിനുള്ള അറിവാണ് ബാബയുടെ പക്കലുള്ളത്. അപ്പൊ മനുഷ്യ ജോ കരം ഭ്രഷ്ട് ബനെ ഉनको ശ്രേഷ്ഠ കരം കരാന സിഖ്ലാന. ബാബ എന്തൊക്കെയാ ചെയ്യണേ? കർമ്മ ഭ്രഷ്ടരായി പോയ മാനവരെ ശ്രേഷ്ഠ കർമ്മിയാക്കുക, ശ്രേഷ്ഠ കർമ്മം പഠിപ്പിക്കുക, കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക. ഇത് പരമാത്മാവിനറിയും. परमात्मा कहता है मुझ रजदा और मेरी रचना के आदि मध्य अंत की ये सारी नॉलेज को. ബാബ പറയണ എൻ്റെ പക്കലുള്ള അറിവ് അല്ലെ, ഭഗവാന്റെ പരിചയവും ബാബയുടെ രചനയുടെ ആദിമധ്യാന്ത്യത്തിന്റെ അറിവുമാണ് എൻ്റെ പക്കലുള്ളത്. ഈ ജ്ഞാനമാണ് ഞാൻ വന്ന് എൻ്റെ മക്കൾക്ക് തരുന്നത്. अब तुम बच्चों को उस बाबा की निरंतर याद में रहना. മക്കളുടെ ജോലി എന്താ? ആ അച്ഛൻ്റെ നിരന്തര സ്മൃതിയിൽ മക്കള് ജീവിക്കണം. തബ് ഹി സർവ പാപവും സെ മുക്ത ഹോങ്കെ. അപ്പോഴേ മക്കൾക്കും സർവപാപങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാക്കുകയുള്ളൂ. അർത്ഥം അമരലോകത്തിലേക്ക് എത്തുകയുള്ളൂ. അബ് ഇസ് ജാനനെ കോ ഹി ജാനി ജാനഹർ കേത്തെ ഹെ. ബാബയുടെ പക്കലുള്ള ഈ അറിവിനെയാണ് എല്ലാം അറിയുന്നു എന്ന് പറയുന്നത്. അച്ഛ, ഓം ശാന്തി. അതായിരുന്നു മാതേശ്വരിജിയുടെ അമൂല്യ മഹാവാക്യം. ഇന്നത്തെ അവ്യക്ത സൂചന. സത്യതയുടെയും സഭ്യതയുടെയും സംസ്കാരത്തെ തൻ്റേതാക്കൂ. കഭി ഭി സത്യത കോ ഛോഡ് സത്യത കോ സിദ്ധ നഹീ കർണ. ഒരിക്കലും സഭ്യത വിട്ട് സത്യതയെ തെളിയിക്കാൻ ശ്രമിക്കരുത്. സഭ്യത കി നിശാനി ഹെ നിർമാനത. സഭ്യതയുടെ അടയാളമാണ് വിനയം. സഭ്യതയുടെ അടയാളമാണ് വിനയം. ഏ നിർമാനത നിർമ്മാൺ കാ കാര്യ സഹജ് കർത്തി ഹെ.
ഈ വിനയം നിർമ്മാണ കാര്യത്തെ സഹജമാക്കും. ജബ് തക് നിർമ്മാൺ നഹീ ബനെ തബ് തക് നിർമ്മാൺ നഹീ കർ സക്തേ. വിനയമില്ലാത്തിടത്തോളം കാലം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. വിനയമില്ലാത്തവർക്ക് നല്ല കാര്യം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. ജ്ഞാൻ കി ശക്തി ശാന്തി ഓർ പ്രേം ഹേ. ജ്ഞാനത്തിന്റെ ബലം ശാന്തിയും സ്നേഹവുമാണ്. ജ്ഞാനത്തിന്റെ ബലം ഫസ്റ്റ് ശാന്തി, രണ്ടാമത്തത് സ്നേഹം. अज्ञान की शक्ति क्रोध को बहुत अच्छी तरह से संस्कार बना लिया. അജ്ഞാനത്തിന്റെ ശക്തിയാണ് ക്രോധം. അതിനെ വളരെ നല്ല രീതിയിൽ സംസ്കാരമാക്കി താങ്കൾ മാറ്റിക്കഴിഞ്ഞു, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മാപ്പും ചോദിക്കും. ക്രോധത്തിൽ പെട്ടിട്ട് അല്ലേ, പിന്നെ മാപ്പും ചോദിക്കും. ऐसे अब हर गुण को, हर ज्ञान की बात को संस्कार रूप में बनाओ तो സഭ്യത ആത്തി ജായേഗി. ഇപ്പോൾ ഓരോ ഗുണത്തെയും, ജ്ഞാനത്തിൻ്റെ ഓരോ കാര്യത്തെയും സംസ്കാരത്തിലേക്ക് കൊണ്ടുവരൂ, എങ്കിൽ സഭ്യത ഉണ്ടാകും. ഓരോ ഗുണത്തെയും, ജ്ഞാനത്തിൻ്റെ ഓരോ കാര്യത്തെയും തൻ്റെ സംസ്കാരമാക്കി മാറ്റുകയാണെങ്കിൽ സഭ്യത വന്നു ചേരും. ഓം ശാന്തി. ഇവിടെ മധുര മഹാവാക്യങ്ങളുടെ സാരാംശം എന്തായിരുന്നു? ബാബയെ പോലെ സ്നേഹക്കടലായും മാറണം. ആരെയും വെറുക്കാൻ പാടില്ല അല്ലേ? ബാബയുടെ ഓർമ്മയിലിരിക്കാം. സ്നേഹത്തിൻ്റെ ഒരു കടലായി എനിക്ക് മാറും. ആരെങ്ങനെയുള്ളവരാണെങ്കിലും ഒരിക്കലും വെറുക്കരുത്. വെറുപ്പും പതിത സംസ്കാരം എന്നാണ് ബാബ പറഞ്ഞത്. അതിനാൽ സ്നേഹത്തിൻ്റെ കടലായ ബാബയിൽ മുഴുകിയിരിക്കും. കടലോളം സ്നേഹത്തിൻ്റെ ശക്തി ആർജിച്ച് പരമാത്മസ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ എൻ്റെ സംസ്കാരത്തിലും പരിവർത്തനം ഉണ്ടാക്കുകയാണ്. ഓം ശാന്തി. धरती पर स्वर्ग सजाने शिव बाबा आए हैं। राम राज फिर से लाने शिव बाबा आए हैं। बाबा आए हैं बाबा आए हैं। बाबा आए हैं बाबा आए हैं। धरती पर स्वर्ग सजाने शिव बाबा आए हैं। राम राज फिर से लाने शिव बाबा आए हैं।
बाबा परम धाम से आए हैं, बाबा परम धाम से आए हैं। वो स्वर्ग कंवर सा लाए हैं, 21 जन्मों का भाग्य जगाने शिव बाबा आए हैं। 21 जन्मों का भाग्य जगाने शिव बाबा आए हैं। धरती पर स्वर्ग सजाने शिव बाबा आए हैं। संगम की पावन बेला ये, संगम की पावन बेला ये, शिव के संग अपना मिला ये। फिर हमसे मिलन मनाने शिव बाबा आए हैं। फिर हमसे मिलन मनाने शिव बाबा आए हैं। धरती पर स्वर्ग सजाने शिव बाबा आए हैं। प्रभु मिलन की रुत ये आई है, प्रभु मिलन की रुत ये आई है। संगम की घड़ी सुखदाई है, अतीन्द्रिय सुख बरसाने शिव बाबा आए हैं। अतीन्द्रिय सुख बरसाने शिव बाबा आए हैं। धरती पर स्वर्ग सजाने शिव बाबा आए हैं। हमने फिर से तुम्हें पहचाना है, हमने फिर से तुम्हें पहचाना है। तेरे सत्य स्वरूप को जाना है, अपनी ज्योत से ज्योत जगाने शिव बाबा आए हैं। अपनी ज्योत से ज्योत जगाने शिव बाबा आए हैं। बाबा आए हैं, बाबा आए हैं, बाबा आए हैं, बाबा आए हैं। धरती पर स्वर्ग सजाने शिव बाबा आए हैं। वो भारत भूमि पे पधारे हैं, भारत भूमि पे पधारे हैं। फैले ज्ञान के अब उजियारे हैं, ब्रह्मा तन के द्वारा गीता ज्ञान सुनाने वो आए हैं। ब्रह्मा तन के द्वारा गीता ज्ञान सुनाने वो आए हैं। धरती पर स्वर्ग सजाने शिव बाबा आए हैं। शिव सच्चा साथी हमारा है, शिव सच्चा साथी हमारा है। वो ही सबका एक
रिश्ते हमसे निभाने शिव बाबा आए हैं। सारे रिश्ते हमसे निभाने शिव बाबा आए हैं। बाबा आए हैं बाबा आए हैं। बाबा आए हैं बाबा आए हैं। धरती पर स्वर्ग सजाने शिव बाबा आए हैं। सत कर्म की राह दिखाते हैं। सत कर्म की राह दिखाते हैं। सत धर्म पे चलना सिखाते हैं। शिव सतगुरु बन सदगति दिलाने आए हैं। शिव सतगुरु बन सदगति दिलाने आए हैं। धरती पर स्वर्ग सजाने शिव बाबा आए हैं। शिव सबके पिता और माता है। शिव सबके पिता और माता है। वो सबको एक बनाता है। संसार को एक परिवार बनाने वो आए हैं। संसार को एक परिवार बनाने वो आए हैं। बाबा आए हैं बाबा आए हैं। बाबा आए हैं बाबा आए हैं। धरती पर स्वर्ग सजाने शिव बाबा आए हैं। शिव जीवन मुक्ति दाता है। शिव जीवन मुक्ति दाता है। वो सबका भाग्य विधाता है। वैकुंठपुरी सुख धाम ले जाने वो आए हैं। वैकुंठपुरी सुख धाम ले जाने वो आए हैं। बाबा आए हैं हाँ वो आए हैं। इस धरती पर आकर जिसने फैलाया है प्यार ही प्यार, करुणा का सागर छलकाया, निराकार होकर साकार। शिव बाबा बाबा शिव बाबा बाबा शिव बाबा बाबा
शिव बाबा हमको दी पहचान हमारी, खुद से ऊंचा मान दिया, भले करम करना सिखला कर जग में हमें महान किया, भाग्य जगाए है जन जन के, सब पर करते हो उपकार। शिव बाबा शिव बाबा बाबा शिव बाबा बाबा शिव बाबा आशाओं के दीप जलाकर अधरों को मुस्कान मिली, उलझन सारी सुलझी पल में, हर मुश्किल आसान हुई, धन्यवाद हम करे तो कैसे व्यक्त करें कैसे आभार। शिव बाबा बाबा शिव बाबा बाबा शिव बाबा बाबा शिव बाबा उसे देखना इबादत है, उसे सोचना इबादत है, सुनना भी इबादत है, उसे दिल की सुनाना, उस रब का शुक्राना। कभी भूल कर भी न उसको भुलाना, कभी भूल कर भी न उसको भुलाना, ए दिल मेरे गाना, उस रब का शुक्राना। कभी भूल कर भी न उसको भुलाना, कभी भूल कर भी न उसको भुलाना, ए दिल मेरे गाना, उस रब का शुक्राना। अपना बनाने का, आँखों में बसाने का, दिल में बिठाने का, लाखों शुक्राना। अपना बनाने का, आँखों में बसाने का, दिल में बिठाने का, लाखों शुक्राना। उस रब का शुक्राना, उस रब का शुक्राना।
रब का शुक्राना, उस रब का शुक्राना। गजब का प्यार दिया, हंसी परिवार दिया, एहसान हम पे किया, मुश्किल है सुनाना। गजब का प्यार दिया, हंसी परिवार दिया, एहसान हम पे किया, मुश्किल है सुनाना। उस रब का शुक्राना, उस रब का शुक्राना, उस रब का शुक्राना, उस रब का शुक्राना। सबका जो सपना है मेरा वो अपना है, प्यारा वो कितना है, खुशी का ना ठिकाना। सबका जो सपना है मेरा वो अपना है, प्यारा वो कितना है, खुशी का ना ठिकाना। उस रब का शुक्राना, उस रब का शुक्राना, उस रब का शुक्राना, उस रब का शुक्राना। पवित्रता का जीवन हमको प्यारा लगता है, उपहार मिला संसार खिला, कितना सुंदर लगता है। पवित्रता का जीवन हमको प्यारा लगता है, उपहार मिला संसार खिला, कितना सुंदर लगता है। पवित्रता का जीवन